അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പത്മയിലേക്ക് സ്വാഗതം. അപ്പോൾ അരളിപ്പൂ കൊണ്ട് ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഉണ്ടമാല എങ്ങനെ കെട്ടാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അരളിപ്പൂ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉണ്ടമാലയാണ്. അപ്പോൾ ഇത് കെട്ടാനായിട്ട് ഞാനിവിടെ ദർഭപ്പുല്ലിൻ്റെ ഇളനാരാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക. ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി പറയുക. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത കറുകമാലയും കുറച്ച് അല്ലാത്ത മാലകളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നല്ല കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് അഭ്യർത്ഥനകൾ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ മാല കെട്ടുന്ന കാര്യങ്ങൾ അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം, സമയക്കുറവുള്ളത് കൊണ്ടാണ്. അപ്പോൾ വാഴനാരിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഉണ്ടമാല കെട്ടാനായിട്ട് ഞാനിത് അരളിപ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ദർഭയാണ്. അപ്പോൾ ദർഭപ്പൂവിൻ്റെ ഇളതാണിത്. അപ്പോൾ നമുക്ക് പൂജാ സ്റ്റോറുകളിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. ഞാനിപ്പോൾ ഇത് വാങ്ങിയതാണ്. അപ്പോൾ കെട്ടാനായിട്ട് ഉണ്ടമാല കെട്ടുന്ന രീതി എന്ന് പറയുന്നത് ഇങ്ങനെ വെച്ച് നമ്മൾ അകത്തോട്ട് പിരിച്ച് മനസ്സിലായല്ലോ. അതായത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതിനെ പിരിച്ച് ഇതിൻ്റെ അകത്തോട്ട് വെച്ച ശേഷം ഈ വെച്ച് ഇറക്കും. ഇതിനെ പിരിച്ച് ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കുമ്പോൾ അതിനെ റിലീസ് ചെയ്ത് പുറത്താക്കും. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഇതിൻ്റെ തുമ്പിൽ പെൻഡിലായിട്ടൊരു കെട്ടിട്ട് ഇത് മടക്കി വീണ്ടും അവിടെ വെച്ച് തന്നെ ഇതും കൂടി ഒന്ന് പിരിക്കുക. ഇത് തിരിച്ച് തഴിഞ്ഞ് വരാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ കെട്ടുന്നത്. ഇനി നമുക്ക് ഓരോ അരളിപ്പൂ വീതം വെച്ച് നമ്മൾ ഇനി പിരിക്കണ്ട. നമ്മളിനി ഇതൊന്ന് വെച്ച് മടക്കിയാൽ മതി. ഇങ്ങനെ അങ്ങോട്ട് മടക്കിയാൽ മതി, പിരിക്കരുത്. ഇപ്പോൾ വെറുതെ വെച്ച് മടക്കുകയാണ് ചെയ്യുന്നത്, ഞാൻ പിരിക്കുന്നില്ല. ഇനി കണ്ടല്ലേ, ഇനി ഏറ്റവും വലിയ തുമ്പുണ്ടല്ലോ, അതിനെ നമ്മൾ പിടിച്ചതിന് ശേഷം ചെറിയ തുമ്പിനെ വലിച്ച് താഴോട്ട് ഇറക്കിയാൽ മതി. കണ്ടോ? ഇനി നമ്മൾ വീണ്ടും ഇത് വെച്ച് മടക്കാം. ഇനി പിരിച്ചെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് പിരിച്ച് കെട്ടാം, എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇത്തിരി കൂടി ടൈറ്റായിട്ട് നല്ല ഒതുങ്ങി വരണമെങ്കിൽ പിരിക്കാതെ തന്നെ മടക്കുന്നതായിരിക്കും ഇത്തിരി കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിരിക്കുന്ന ആൾക്കാരുണ്ട്. വീണ്ടും നമ്മളിങ്ങനെ പൂ വെച്ച് ഇനി ഇതേണ്ട ഈ നാര് കണ്ടല്ലേ, നീണ്ടുള്ള നാരിൽ പിടിച്ചിട്ട് നമുക്ക് വലിച്ച് താത്ത് ടൈറ്റാക്കി കൊടുക്കണേ. എത്രത്തോളം നല്ല അടുക്കിയിരിക്കും അത്രയ്ക്ക് പൂവിന് ഭംഗി ഉണ്ടാവും.
അപ്പോൾ നമ്മൾ ഇനി ഈ നാര് നീളം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. നമ്മളൊരു നാര് കൂടി എക്സ്ട്രാ ജോയിൻ്റ് ഇടേണ്ടി വരും. അപ്പോൾ അതുകൂടി കാണിക്കാം. കണ്ടില്ലേ, വലിച്ച് താഴെ ഇറക്കാം. കണ്ടോ? ഇനി നമുക്കൊരു നാരുകൂടി ജോയിൻറ്റിനിടാം. അപ്പം ഞാൻ ഒരു നാരുകൂടി എടുത്തിട്ടുണ്ട്. ആ നാരും കൂടി വെച്ച് വേണം ഇനി നമുക്കിത് മടക്കാനായിട്ട്. ഇത് പ്രത്യേകിച്ച് ഇത് ദർഭ ആയതുകൊണ്ട് ഇതിന് കെട്ടാനൊന്നും പറ്റില്ല. പകരം നമുക്കിത് ഇങ്ങനെ ചേർത്ത് മടക്കാനേ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഒരു പിരി കൂടി വലിച്ചിറക്കാം. അപ്പോൾ ഇനി ഞാനിവിടെ ചെയ്യുന്ന ഏറ്റവും നമ്മൾ ആദ്യം പിരിച്ചില്ലേ, ആ നാര് തന്നെ വെച്ചിട്ട് ഇപ്പം ഇട്ടതാണ് നമ്മൾ വീണ്ടും പിരിക്കേണ്ടത്. ഇനി അടുത്ത് നമ്മൾ വലിച്ചിറക്കേണ്ടത് ഈ നാര് ഈ നാരിനായിരിക്കുമല്ലോ അപ്പം നീളം കൂടുതൽ. അപ്പോൾ ഇത് നിർത്തിക്കൊണ്ട് അടുത്തത് വലിച്ചിറക്കാം. ഇനി ഉള്ള അതിൽ ഏറ്റവും നീളമുള്ളത് പിടിച്ചതിന് ശേഷം ഇത് വലിച്ച് താത്തിറക്കാം. അപ്പോൾ ജോയിൻ്റ് ഇടാനായിട്ട് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം.
ഒരു നനച്ച ദർഫ എടുത്ത് നമ്മൾ കണ്ട ഈ അടുത്ത് ഇടാൻ പോകുന്ന ഭാഗത്ത് ഇങ്ങനെ ചേർത്ത് വെച്ചാൽ മതി. കണ്ടല്ലേ? ഇനി നമുക്ക് സാധാരണ മടക്കുന്ന കണക്ക് മടക്കി വയ്ക്കാം. അങ്ങോട്ട് ഒടിച്ച് തന്നെ അത് മടക്കി കൊടുക്കാം. നമ്മൾ ഇപ്പം നീളം നോക്കി കാര്യം നമ്മൾ ഏതാണോ ഇപ്പം ജോയിൻറ്റ് വെച്ചത് അത് പിടിച്ച് വലിക്കരുത്, അത് ഊരിങ്ങ് വരും. പകരം അപ്പുറത്തെ വശത്തുണ്ടായിരുന്നില്ലേ അത് വലിച്ച് അങ്ങ് താത്തിറക്കാം. അടുത്ത പ്രാവശ്യം മുതലാണ് അടുത്ത പ്രാവശ്യം ജോയിൻറ്റ് ഇടുമ്പോഴാണ് നമ്മളത് വലിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് ഊരിപ്പോരും. കണ്ടില്ലേ? നമ്മൾ ജോയിൻ്റ് ഇട്ടത് ഇതാണ് ജോയിൻ്റ് ഇട്ടത്. അപ്പോൾ ഇതിൽ പിടിച്ച് വലിക്കാനായിട്ട് എടുക്കരുത്. ജോയിൻ്റ് ഇട്ടത് എപ്പോഴും നമ്മൾ താത്തിറക്കുക തന്നെ വേണം. അതിന് ശേഷമേ നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിലാണ് ജോയിൻ്റ് ഇടുന്നത്. ഇതിൽ ജോയിൻ്റ് ഇടുമ്പോൾ നമുക്കിത് വലിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നാരങ്ങ് ഊരി വരും. അപ്പോൾ ഊരി വരാതെയും പൊട്ടി വരാതെയും നോക്കണം. പൊട്ടും എന്ന് സംശയമുള്ളവർക്ക് ഒരു നാര് കൂടി ഇട്ട് നമുക്ക് കെട്ടാം കേട്ടോ. ഇതിപ്പോൾ പൊട്ടത്തില്ല, നല്ല ബലമുള്ളുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് നമ്മൾ കൈ ഒന്ന് നനച്ച്, ഈ ദർഫ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്താൽ അത്രയ്ക്ക് കൂടി ബലം കിട്ടും, ഒടിഞ്ഞു പോകത്തുമില്ല. അപ്പം ഞാനിത് കെട്ടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഞാൻ കെട്ടുന്ന രീതിയിൽ ആണെങ്കിൽ രണ്ട് വശവും ഞാൻ വലിക്കാൻ കണക്കാക്കിയിട്ടാണ് നാരിടാറ്. അപ്പോൾ ഒരു നാര് മാത്രം വലിക്കുന്നവരുണ്ട് ഉണ്ടമാലയ്ക്ക്. അപ്പം ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് വാഴനാര് സ്ട്രോങ് ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നമ്മളിങ്ങനെ കെട്ടുമ്പോൾ ഇത് പൊട്ടാനുള്ള സാധ്യത കൂടി നമ്മൾ കാണണം. കാര്യം ദർഫയിലാണ് കെട്ടുന്നത്. ദർഫ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതുപോലെ ഒടിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം രണ്ട് നാരല്ലേ, അപ്പോൾ ഒരു വശത്ത് തന്നെ രണ്ട് നാര് ഇതായിട്ട് കെട്ടുന്നത് കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ഈ വശത്ത് രണ്ട് നാര്, ഈ വശത്ത് രണ്ട് നാര്, ഈ വശത്ത് രണ്ട് നാര്, അങ്ങനെ മൊത്തം 4 നാരിട്ട് നമ്മൾ പിരിക്കുന്ന കൂടി സ്ട്രോങ് ആവും. അഴിയാതെയും പൊട്ടാതെയൊക്കെ ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കാം. പിന്നെ നമുക്ക് നീളത്തിനനുസരിച്ചിട്ട് ഇപ്പം നമുക്ക് ചെറിയൊരു മാല മതിയെങ്കിൽ നമ്മൾ ഒരു വശത്ത് ഈ തുമ്പിലൊന്ന് മുടിഞ്ഞിട്ട് 2 ദർഫ ഇടുന്നതായിരിക്കും. ദർഫയാണെങ്കിൽ 2 ഇടുന്നതായിരിക്കും നല്ല കാര്യം. വാഴനാരാണ് ഏറ്റവും സ്ട്രോങ്. അപ്പോൾ ദർഫയൊക്കെ പൊട്ടാനുള്ള സാധ്യതകളുണ്ട്. 2 വീതം ഇടാൻ ഞാൻ പറയുന്നത്. ഇതിപ്പം പൊട്ടാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് കെട്ടിയത് കൊണ്ടുമാണ് ഇപ്പോൾ ഇതിങ്ങനെ പൊട്ടാതെ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കെട്ടുന്നവർ ഒരു വശത്ത് തന്നെ 2 നാര് വീതമായിട്ട് കെട്ടിയാൽ നന്നായിരിക്കും.
അപ്പോൾ ഞാനത് കെട്ടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് പിരിയിട്ടാണ് കണ്ടില്ലേ, പിരിച്ച് നമുക്കിത് കെട്ടങ്ങ് പൂർത്തിയാക്കാം. അപ്പോൾ ഇതിൽ പലർക്കും സംശയം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വേറൊരു ഉണ്ടമാല കെട്ടുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് വേറെ അതിലും രീതികളിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ ജോയിൻറ്റ് ചെയ്ത നാര് താത്ത് വയ്ക്കണമെന്ന്, അത് വലിക്കുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇനി എന്തായാലും ഞാനത് കെട്ടി അവസാനിപ്പിച്ചു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കെട്ടി നോക്കണം. ഇനി ഒരു കാര്യം കൂടി പറയാം. നമുക്കിപ്പം ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഇവിടെ നാര് കെട്ടാനായിട്ടൊരു നാരില്ല. ഇപ്പം ഞാൻ നേരത്തെ വലിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു നാരുകൂടി ഇടേണ്ടതായിരുന്നു. അല്ലെങ്കിൽ വലിക്കുന്ന ആ നാര്, പിരി കൊടുത്ത നാര് ഞാൻ ടൈറ്റ് ചെയ്ത് വലിച്ചപ്പോഴേക്കും അകത്ത് കയറി പോയതാണ്. തൽക്കാലം വിഗ്രഹത്തെ ചാർത്തുന്ന സമയത്ത് ഒരു കെട്ടിടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ഒരു കൂടി ഇടുകയാണ്. നമ്മൾ മാല ഇടുന്ന സമയത്ത് ഈ കാര്യം കൂടി ആദ്യമേ അങ്ങ് ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല. അതായത് നമ്മൾ ആദ്യം പിരിക്കുന്ന സമയത്ത് നീട്ടിയിട്ടിട്ട് പിരിച്ചാൽ പ്രശ്നമില്ല. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അരളിപ്പൂ കൊണ്ടുള്ള ഉണ്ടമാല കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.